ഹലോ ഗൈസ്, അപ്പം ഇന്ന് ലോക്കി കോഫ്ത കറിയുടെ റെസിപ്പിയാണ്. അപ്പം ഞാൻ പറാത്ത ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കോഫ്ത കറിയുടെ റെസിപ്പി പെട്ടെന്ന് എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നത് ഒരു ഈസി റെസിപ്പി ഇൻസ്റ്റാഗ്രാമിൽ യം കറി എന്ന് പറഞ്ഞ പേജ് അപ്ലോഡ് ചെയ്തപ്പോൾ ട്രൈ അടിച്ച് നോക്കിയതാണ്. പക്ഷെ നല്ല റെസിപ്പി. ആകെ ഞാൻ മോഡിഫിക്കേഷൻ വരുത്തിയത് 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യും. അത് നല്ല ടേസ്റ്റായിരുന്നു, കുട്ടികൾക്കും ഇഷ്ടമായി. എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം നമുക്ക്. വലിയ കുറേ നേരമായിട്ട് വരട്ടുക അതൊന്നും ചെയ്യണ്ട. അങ്ങനെ അടച്ചു വെച്ചാൽ മതി. എല്ലാം ഐറ്റംസും നമ്മൾ ബോയിൽ ചെയ്യാൻ വയ്ക്കും ഒരു 20 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ വെച്ച വെള്ളം കൂടിപ്പോയി. വെള്ളം കുറച്ചെടുത്താൽ മതിയായിരുന്നു. അപ്പം കൂടുതൽ ഞാൻ ബോയിൽ ചെയ്തു. അതിൻ്റെ ടൈം മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ എല്ലാം മിക്സ് ചെയ്യുക. പിന്നെ ആ പേസ്റ്റ്, ആ മസാല കുറച്ചേ ഉള്ളൂ സോട്ട് ചെയ്യാൻ. അത് സോട്ട് ചെയ്തിട്ട് ഈ ഗ്രൈൻഡ് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. സംഭവം വേഗം റെഡിയായി. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് ഗാർണിഷ് ചെയ്ത് റെഡിയാക്കിയത്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗാർണിഷൊക്കെ ചെയ്ത് അങ്ങനെ സംഭവം സെറ്റായി. നല്ല ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ അടിച്ച് നോക്കൂ. നല്ല ടേസ്റ്റിയുമായിരുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് വെജിറ്റേറിയൻ വല്ലപ്പോഴും ഉണ്ടാക്കാൻ തോന്നുന്നെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എൻജോയ്.